രക്ഷിക്കപ്പെട്ട ഓരോ ദൈവമക്കളും തങ്ങളുടെ അധരത്തിലെ വാക്കുകളെ വളരെ സൂക്ഷ്മതയോടെ വേണം ഉപയോഗിക്കാനായിട്ട്. അങ്ങനെ ഒരു വചനമാണ് ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ഒരു വീട്ടിലെ കലഹം ഒഴിവാകാൻ, ഒരു സമൂഹത്തിലെ പ്രതിസന്ധി ഒഴിവാകാൻ, ചില വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിഞ്ഞു പോകാൻ അവരവർ വാക്കുകളെ ശ്രദ്ധിച്ചാൽ നരക തുല്യമായ നിങ്ങളുടെ വീട് സ്വർഗ തുല്യമായി മാറും. കൊലോസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യം, നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോടുകൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതും ആയിരിക്കട്ടെ. മുകളിലത്തെ വാക്യത്തില് പറയുന്നുണ്ട്, ഓരോരുത്തവൻ ഉത്തരം പറയേണ്ടത് എങ്ങനെയെന്നാണ് ആ വാക്യം തുടങ്ങുന്നത്. കണ്ണിൽ കാണുന്നതും ചെവിയിൽ കേൾക്കുന്നതും പറഞ്ഞു കേട്ടുള്ള അറിവിനും മറുപടി പറയാൻ പോകുമ്പോഴാണ് നമ്മുടെ വാക്കുകൾ പലപ്പോഴും തെറ്റിപ്പോകുന്നത്. കോപം വരാത്ത സമയത്ത് നല്ല വാക്ക് ചിലർ പറയും. പക്ഷെ കോപം വന്നു കഴിയുമ്പോൾ അവർക്ക് വാക്ക് നിയന്ത്രിക്കാനായിട്ട് കഴിയത്തില്ല. ഞാൻ ദൈവത്തെ സേവിക്കുന്ന ഓരോ ദൈവമക്കളോടും പറയാം, നിങ്ങളുടെ ജീവിതത്തിലെ സമൂല മേഖലകളിൽ നിങ്ങൾ സ്വയം നിയന്ത്രണം ഏറ്റെടുക്കണം. നിങ്ങളുടെ വാക്കുകൾ മോശമായി ഉപയോഗിക്കാൻ പാടില്ല. അത് നിങ്ങൾക്ക് വലിയ പരാജയത്തിന് കാരണമായി. കാരണം വേദപുസ്തകം പറയുന്നൊരു വചനം ഞാൻ നിങ്ങളെ പറഞ്ഞു കേൾപ്പിച്ച, മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിലിഷ്ടപ്പെടുന്നവൻ അതിൻ്റെ ഫലം അനുഭവിക്കും. ചില മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശാപവാക്കുകൾ പറയാറുണ്ട്. ചില കുഞ്ഞുങ്ങൾ മാതാപിതാക്കളെ ശാപവാക്ക് പറയാറുണ്ട്. അങ്ങനെയൊന്നും പറയാൻ പാടില്ല. കാരണം വേദപുസ്തക വെളിപ്പാട്, നാം അനുഗ്രഹം അനുഭവിക്കാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നമ്മൾ അനുഗ്രഹിക്കുന്നവരായിരിക്കും. നാം ആരോടും മോശമായി സംസാരിക്കാൻ പാടില്ല. ഭർത്താവ് ഭാര്യയോട് മോശമായി സംസാരിക്കാൻ പാടില്ല. ഭാര്യ ഭർത്താവിനോട് മോശമായി സംസാരിക്കാൻ പാടില്ല. അപ്പൻ മക്കളോട് മോശമായി സംസാരിക്കാൻ പാടില്ല. മക്കൾ ഒരിക്കലും അപ്പനോടും അമ്മയോടും മോശമായി സംസാരിക്കാൻ പാടില്ല. നാം ആരും സമൂഹത്തോട് മോശമായിട്ട് സംസാരിക്കാൻ പാടില്ല. സ്തോത്രം. അതിന്റെ കാരണം, രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് പറയാം, നിങ്ങളുടെ വായിൽ നിന്ന് വരുന്ന വാക്ക് കൃപയോടുകൂടിയതായിരിക്കും, അത് ഉപ്പിനാൽ രുചി വരുത്തുന്നതായിരിക്കണം. എന്ന് പറഞ്ഞാൽ, നീ ഒരാളോട് സംസാരിച്ചാൽ ആ വാക്കുകൾ അവൻ ആസ്വദിക്കത്തക്ക ഇമ്പമുള്ളതാകണമെന്നാണ് ആ വാക്കിന്റെ അർത്ഥം. നിങ്ങൾ വാക്കിനെ സൂക്ഷിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് സ്വർഗമാക്കാം. ഭിന്നതകളും അഭിപ്രായ വ്യത്യാസങ്ങളും കൊണ്ട് ജീവിതം തകർന്നു നിൽക്കുന്ന ചിലരോട് പറയാം, വാക്കുകളെ സൂക്ഷിക്കുക. നിന്റെ വാക്കുകളുടെ മേൽ അധികാരമുണ്ട്. ഭൂമിയിൽ സൃഷ്ടിപ്പ് നടന്നത് പോലും വാക്കുകളുടെ മേലാണ്. ഇന്നും അത്ഭുതങ്ങൾ നടക്കുന്നത് വാക്കുകളുടെ മേലാണ്. വാക്കുകളെ ശ്രദ്ധിക്കാം. നമുക്കൊരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, ദാവീദ് പ്രാർത്ഥിച്ച പോലെ ഞങ്ങളുടെ അധരദ്വാരത്തിന് കാവൽ നിർത്തണേ കർത്താവേ. അരുതാത്തൊരു വാക്കും ഞങ്ങളുടെ വായിൽ നിന്ന് വരാതെ എപ്പോഴും കൃപയോടുകൂടെ സംസാരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്യണമേ എന്ന് ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ നിന്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ, യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. വാക്കുകളെ സൂക്ഷിക്കാം. അനുഗ്രഹം നിങ്ങളുടെ അടുക്കൽ തന്നെ ഉണ്ട്. ഗോഡ് ബ്ലെസ് യു.